ഡിസ്കസ് ചെയ്യുന്നത് യൂറിൻ അനാലിസിസിൽ ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇന്ന് നമ്മൾ റിലേറ്റ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് നോർമലി ഫൗണ്ട് ഇൻ യൂറിൻ. ഓപ്ഷൻസ് ആയിട്ട് വന്നിട്ടുള്ളത് യൂറിയ, ഗ്ലൂക്കോസ്, യൂറിക് ആസിഡ് ആൻഡ് ക്രിയാറ്റിൻ എന്നുള്ളതാണ്. നമ്മുടെ ചോയ്സിലുള്ള യൂറിനിൽ നോർമലായിട്ട് കാണപ്പെടാത്തത് ഏതാണെന്നുള്ളതാണ്. ആൻസർ ആയിട്ട് വരുന്നത് ഗ്ലൂക്കോസ് എന്നുള്ളതാണ്. ആക്ച്വലി ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് നോർമലി ഗ്ലൂക്കോസ് കിഡ്നി ഫിൽട്ടർ ചെയ്തിട്ട് ഓൾമോസ്റ്റ് എല്ലാം തന്നെ റീഅബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നോർമൽ കേസിൽ ഒരിക്കലും തന്നെ നമ്മുടെ യൂറിനിൽ എക്സ്ക്രീറ്റ് ചെയ്യുന്നില്ല ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസ് നമ്മൾ യൂറിനിൽ പ്രസൻസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗ്ലൂക്കോസിന്റെ പ്രസൻസ് നമ്മൾ യൂറിനിൽ കാണുന്നത് ഡയബറ്റീസിന്റെ കേസിലാണ്. അതായത് ഡയബറ്റീസ് മെലിറ്റസിന്റെ കേസിലാണ്. അങ്ങനെ ഗ്ലൂക്കോസ് നമ്മുടെ യൂറിനിൽ പ്രസന്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കണ്ടീഷനെ നമ്മൾ ഗ്ലൂക്കോസ് യൂറിയ എന്ന് പറയും. അല്ലെങ്കിൽ ഗ്ലൂക്കോസ് നമ്മുടെ യൂറിനിലൂടെ എക്സ്ക്രീറ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് നമ്മൾ ഗ്ലൂക്കോസ് യൂറിയ എന്ന് പറയുന്നത്. ബാക്കിയുള്ള എല്ലാതും യൂറിയ എന്ന് പറയുന്നത് നമ്മുടെ പ്രോട്ടീൻ മെറ്റബോളിസത്തിന്റെ ഒരു എൻഡ് പ്രൊഡക്റ്റ് ആണ്. അത് നോർമലി നമ്മുടെ യൂറിനിലൂടെ നമ്മുടെ യൂറിന്റെ ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ് ആണ്, അങ്ങനെ എക്സ്ക്രീറ്റ് ചെയ്യാറുണ്ട്. യൂറിക് ആസിഡ് എന്ന് പറയുന്നത് പ്യൂരിൻ മെറ്റബോളിസത്തിന്റെ ഒരു എൻഡ് പ്രൊഡക്റ്റ് ആണ്. ഇറ്റ്സ് ഓൾസോ നോർമലി ഫൗണ്ട് ഇൻ യൂറിൻ. ആൻഡ് ദെൻ ക്രിയാറ്റിൻ എന്ന് പറയുന്നത് നമ്മുടെ മസിൽ മെറ്റബോളിസത്തിന്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആണ്. ഇറ്റ്സ് റെഗുലർലി എക്സ്ക്രീറ്റഡ് ഇൻ യൂറിൻ. സോ ദ ആൻസർ ഈസ് ഗ്ലൂക്കോസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ടെസ്റ്റ് commonly used to detect the presence of protein in urine? Biuret test, Benedict's test, sulfosalicylic acid test, iodine test. And the answer is option C ആണ്. സൾഫോസാലിസിലിക് ആസിഡ് ടെസ്റ്റ് ആണ് നമ്മൾ യൂറിനിലെ പ്രോട്ടീന്റെ ഡിറ്റക്ഷൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് ബയോററ്റ് ടെസ്റ്റ് എന്ന് പറയുന്നതും നമ്മൾ പ്രോട്ടീന്റെ ഡിറ്റക്ഷന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ അത് യൂറിനിലല്ല, നമ്മൾ പ്ലാസ്മയിലുള്ള സിറത്തിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ പ്രോട്ടീന്റെ ഡിറ്റക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ബയോററ്റ് ടെസ്റ്റ് യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് ഇറ്റ്സ് ബേസ്ഡ് ഓൺ പ്രസൻസ് ഓഫ് പെപ്റ്റൈഡ് ബോൺസ്. അതാണ് അതിന്റെ പ്രിൻസിപ്പിൾ ആയിട്ട് വരുന്നത്. ബെനഡിക്ട് ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഗ്ലൂക്കോസിന്റെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അയഡിൻ ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റാർച്ചിന്റെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അയഡിൻ ടെസ്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് the presence of which substance in urine might indicate a bacterial infection? Bilirubin, ketones, nitrate and urobilinogen. ആൻസർ ആയിട്ട് വരുന്നത് നൈട്രേറ്റ് ആണ്. ഓപ്ഷൻ സി ആണ്. ഓക്കെ, അതെന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂറിനില് നോർമലി നൈട്രേറ്റ് പ്രസന്റ് ആണ്. നോർമൽ യൂറിനില് നമ്മുടെ യൂറിനിൽ ബാക്ടീരിയ പ്രസന്റ് ആണെന്നുണ്ടെങ്കിൽ ബാക്ടീരിയക്ക് അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷന് സെർട്ടൻ ബാക്ടീരിയക്ക് ഒരു എബിലിറ്റി ഉണ്ട്, ദാറ്റ് വിൽ കൺവേർട്ട് ദ നോർമൽ നൈട്രേറ്റ് ടു നൈട്രൈറ്റ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, നൈട്രേറ്റിന്റെ പ്രസൻസ് ബാക്ടീരിയൽ ഇൻഫെക്ഷന് കാരണമാകാം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സെർട്ടൻ ബാക്ടീരിയ നമ്മുടെ യൂറിനിൽ പ്രസന്റ് ആയിട്ടുള്ള നോർമൽ ആയിട്ടുള്ള നൈട്രേറ്റിനെ നൈട്രേറ്റ് ആക്കിയിട്ട് മാറ്റും, ചേഞ്ച് ചെയ്യും. ഓക്കെ, ബിലിറൂബിൻ എന്ന് പറയുന്നത് എലിവേറ്റർ ബിലിറൂബിൻ എന്നുണ്ടെങ്കിൽ നമ്മുടെ ലിവർ ഡിസീസിലാണ് ബിലിറൂബിൻ എലിവേറ്റ് ആയിട്ട് കാണുന്നത്. കീറ്റോൺ ബോഡീസ് ഡയബറ്റിസ് അല്ലെങ്കിൽ സ്റ്റാർവേഷൻ അങ്ങനെയുള്ള കേസിലാണ് കീറ്റോൺസ് കാണുന്നത്. യൂറോബിലിനോജൻ എന്ന് പറയുന്നതും ലിവർ ഡിസീസിന്റെ കേസിലാണ് യൂറോബിലിനോജനും കാണുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ മോസ്റ്റ് കോമൺ കോസ് ഓഫ് എ ഹൈ സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻ യൂറിൻ? യൂറിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കൂടാനുള്ള കാരണം എന്താണെന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓക്കെ, ആൻസർ ആയിട്ട് വരുന്നത് ഡീഹൈഡ്രേഷൻ ആണ്. ഡീഹൈഡ്രേഷനിൽ എന്തുകൊണ്ടാണ് സ്പെസിഫിക് ഗ്രാവിറ്റി കൂടുന്നത് എന്നുണ്ടെങ്കിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാകുന്ന ടൈമില് കിഡ്നി നമ്മുടെ യൂറിനെ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ യൂറിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കൂടും. ലോവർ വാട്ടർ കണ്ടന്റ് ആയതുകൊണ്ട് കിഡ്നി നമ്മുടെ യൂറിനിലെ മോഡറായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യും. അതുകൊണ്ട് നമ്മുടെ ഹൈ സ്പെസിഫിക് ഗ്രാവിറ്റി ആവും, കാരണം നമ്മുടെ ബോഡിയിലുള്ളത് ലോ ആയിട്ടുള്ള വാട്ടർ കണ്ടന്റ് ആണ്. റീനൽ ഫെയിലിയർ എന്ന് പറയുന്ന സമയത്ത് കിഡ്നിയുടെ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി കുറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്പെസിഫിക് ഗ്രാവിറ്റിയും കുറവായിരിക്കും. നെക്സ്റ്റ് വരുന്നത് ഡയബറ്റിസ് മെലിറ്റസ് ആണ്.
ഡയബറ്റീസ് മെലിറ്റസിന്റെ കേസിൽ നമ്മൾ ഉണ്ടാകുന്ന കണ്ടീഷനാണ് പോളിയൂറിയ. അതായത് നമ്മുടെ നോർമൽ കണ്ടീഷനെക്കാളും നമ്മൾ വോയിഡ് ചെയ്യുന്ന യൂറിൻ വോളിയത്തിനേക്കാളും ആ ടൈമിൽ നമുക്ക് യൂറിൻ വോയിഡ് ചെയ്യുന്നത് കൂടുതലായിരിക്കും. അങ്ങനെ ഒരുപാട് യൂറിൻ വോയിഡ് ചെയ്യുന്ന സമയത്തില് അത് ഇറ്റ് മേ കോസ് ഡയലൂട്ട് യൂറിൻ. ആ യൂറിൻ ഡയലൂട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ ഒരു സ്പെസിഫിക് ഗ്രാവിറ്റിയും കുറവായിരിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രോട്ടീനൂറിയാണ്. പ്രോട്ടീനൂറിയയുടെ ടൈമില് സ്പെസിഫിക് ഗ്രാവിറ്റി സ്ലൈറ്റ് ആയിട്ട് ഇൻക്രീസ് ചെയ്യാറുണ്ട്, ബട്ട് നോട്ട് അറ്റ് ഫോർ ഡീഹൈഡ്രേഷൻ. ഡീഹൈഡ്രേഷൻ ടൈമിൽ ഇൻക്രീസ് ചെയ്യുന്ന പോലെ ഒരിക്കലും ഇൻക്രീസ് ചെയ്യാറില്ല. ബാക്കി റീനൽ ഫെയിലിയർ ഡയബറ്റീസിലെല്ലാം തന്നെ സ്പെസിഫിക് ഗ്രാവിറ്റി കുറവാണ് വരുന്നത്. പ്രോട്ടീനൂറിയന്റെ ടൈമിൽ സ്ലൈറ്റ്ലി ഇൻക്രീസ് ചെയ്യുമെങ്കിലും ഡീഹൈഡ്രേഷന്റെ പോലെ ഒരിക്കലും വരാറില്ല. നെക്സ്റ്റ് എന്ന് പറയുന്നത് വിച്ച് pH റേഞ്ച് ഈസ് ടിപ്പിക്കൽ ഫോർ നോർമൽ യൂറിൻ. നോർമൽ യൂറിന്റെ pH ഏതാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം 4.5 to 8 എന്നുള്ളതാണ് നമ്മുടെ നോർമൽ pH എന്ന് പറയുന്നത്. റിഫ്ലക്ട് നമ്മുടെ ബോഡിയുടെ മെറ്റാബോളിക് സ്റ്റേറ്റിനെ റിഫ്ലക്ട് ചെയ്യുന്ന നോർമൽ ആയിട്ടുള്ള pH എന്ന് പറയുന്നത് 4.5 to 8 എന്നുള്ളതാണ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് കീറ്റോൺസ് ഇൻ യൂറിൻ. കീറ്റോൺസ് നമ്മുടെ യൂറിനിൽ പ്രസന്റ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നുള്ളതാണ് ചോദിക്കുന്നത്. ആൻസർ ആയിട്ട് വരുന്നത് ഡയബറ്റിസ് മെലിറ്റസ് ആണ്. അതായത് നമ്മുടെ ഡയബറ്റിസ് മെലിറ്റസിനായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് കീറ്റോൺ വരുന്നത്. അതിന് നമ്മൾ കീറ്റോ അസിഡോസിസ് എന്നുകൂടി പറയാറുണ്ട്. അതായത് നമ്മുടെ ഡയബറ്റിസ് മെലിറ്റസിന്റെ ഒരു അൺകൺട്രോൾഡ് ഡയബറ്റിസ് മെലിറ്റസിന്റെ ഒരു കോംപ്ലിക്കേഷൻ ആയിട്ടാണ് നമ്മുടെ യൂറിനിലെ കീറ്റോൺസ് പ്രസന്റ് ആവുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വന്ന് ലിവർ ഡിസീസ് ആണ്. ലിവർ ഡിസീസിന്റെ കേസിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബിലിറൂബിൻ അല്ലെങ്കിൽ യൂറോബിലിനോജൻ ആയിരിക്കും എലിവേറ്റ് ആയിട്ട് കാണുന്നത്. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ UTI എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ കീറ്റോൺ ബോഡിനെ പ്രസന്റ് ആവില്ല അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യില്ല. ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് ഹൈപ്പർ ടെൻഷൻ മാത്രം ഉള്ളത് കൊണ്ടും ഒരിക്കലും യൂറിനിലെ കീറ്റോൺ ബോഡി പ്രൊഡ്യൂസ് ആവില്ല. അതുകൊണ്ട് തന്നെ ആൻസർ എന്ന് പറയുന്നത് ഡയബറ്റിസ് മെലിറ്റസ് ആണ്. അതിനായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് ഡയബറ്റിക് കീറ്റോ അസിഡോസിസ് പോലെ കീറ്റോൺ ബോഡീസ് നമ്മുടെ യൂറിനിൽ പ്രസന്റ് ആവാറ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് വിച്ച് കമ്പോണന്റ് ഇൻ യൂറിൻ അനാലിസിസ് ടെസ്റ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ബെനഡിക്ട് സൊല്യൂഷൻ. ബെനഡിക്ട് സൊല്യൂഷന്റെ പ്രസൻസിൽ ചെയ്യുന്നത് ഏതാണെന്നുള്ളതാണ്. എന്റെ ആൻസർ ആയിട്ട് പറയുന്നത് ഗ്ലൂക്കോസ് ആണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബെനഡിക്ട് ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഗ്ലൂക്കോസിന്റെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നമ്മൾ ബെനഡിക്ട് സൊല്യൂഷന്റെ കളർ ചേഞ്ച് ചെയ്തതിനനുസരിച്ചാണ് നമ്മൾ എത്രമാത്രം ഗ്ലൂക്കോസ് പ്രസന്റ് ആണെന്നുള്ളത് നമ്മൾ നോക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ് ഹെമച്ചൂറിയ. ഇതിൽ ഏതാണ് ഹെമച്ചൂറിയ എന്നുള്ളതിന് കൂടുതൽ റിലേറ്റ് ആയിട്ടുള്ളത്? ബ്ലഡ് ഇൻ യൂറിൻ, പസ് ഇൻ യൂറിൻ, പ്രോട്ടീൻ ഇൻ യൂറിൻ, ഗ്ലൂക്കോസ് ഇൻ യൂറിൻ. നമുക്കറിയാം ഹീം റിലേറ്റഡ് ടു ബ്ലഡ് ആൻഡ് ദ ആൻസർ ഈസ് ബ്ലഡ് ഇൻ യൂറിൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് പസ് ഇൻ യൂറിൻ എന്ന് പറയുന്നതിന് നമ്മൾ പയൂറിയ എന്ന് പറയും. പ്രോട്ടീൻ ആണ് പ്രസന്റ് എന്നുണ്ടെങ്കിൽ പ്രോട്ടീനൂറിയ, ആൻഡ് ദെൻ ഗ്ലൂക്കോസ് ഇൻ യൂറിയ ആണെന്നുണ്ടെങ്കിൽ ഗ്ലൂക്കോസ് യൂറിയ എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ ബ്ലഡ് ഇൻ യൂറിയക്കാണ് നമ്മൾ ഹെമച്ചൂറിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ പ്രസൻസ് ഓഫ് യൂറോബിലിനോജൻ യൂറിൻ ഈസ് ഓഫൺ അസോസിയേറ്റഡ് വിത്ത് വിച്ച് കണ്ടീഷൻ? ലിവർ ഡിസീസ്, കിഡ്നി സ്റ്റോൺ, ഡയബറ്റീസ് ആൻഡ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. ആൻസർ ആയിട്ട് വരുന്നത് ലിവർ ഡിസീസിലാണ്. ലിവർ ഡിസീസിലാണ് നമ്മുടെ ലിവർ ഡിസീസ് ഉണ്ടെന്നുണ്ടെങ്കിലാണ് നമ്മുടെ യൂറിനിലെ യൂറോബിലിനോജൻ എലിവേറ്റ് ആയിട്ട് കാണുന്നത്. ഓക്കെ, കിഡ്നി സ്റ്റോൺസിന്റെ ഒക്കെ കേസിൽ നമുക്ക് കോസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഹെമച്ചൂറിയ എന്ന് പറയുന്നത്. ഹെമച്ചൂറിയ കാണാറുണ്ട് നമ്മുടെ കിഡ്നി സ്റ്റോൺസിന്റെ ഇതിൽ. പിന്നെ ഡയബറ്റീസിന്റെ കേസിൽ നമുക്കറിയാം ഗ്ലൂക്കോസ് ആയിരിക്കും കാണുന്നത്. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷന്റെ കേസിലും ഒരിക്കലും നമുക്ക് യൂറോബിലിനോജൻ എലിവേറ്റ് ആയിട്ട് കാണില്ല. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ പോസിറ്റീവ് ലൂക്കോസൈറ്റ് എസ്ട്രേസ് ടെസ്റ്റ് ഇൻ യൂറിൻ സജസ്റ്റ് ദ പ്രസൻസ് ഓഫ്. പോസിറ്റീവ് ലൂക്കോസൈറ്റ് എസ്ട്രേസ് ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ പ്രസൻസ് ആണ് യൂറിനിൽ എന്നാണ് ചോദിക്കുന്നത്. ഹീമോഗ്ലോബിൻ, ഗ്ലൂക്കോസ്, വൈറ്റ് ബ്ലഡ് സെൽസ് ആൻഡ് കീറ്റോൺസ്. ആൻസർ എന്ന് പറയുന്നത് വൈറ്റ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ WBC സെൽസ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ ലൂക്കോസൈറ്റ് എസ്ട്രേസ് എന്ന് പറയുന്നത് നമ്മുടെ യൂറിനിലെ വൈറ്റ് ബ്ലഡ് സെൽസിന്റെ പ്രസൻസ് ആണ് കാണിക്കുന്നത്. ആൻഡ് അത് എന്തിന്റെ സൈൻ ആണ്? നമ്മുടെ UTI അല്ലെങ്കിൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷന്റെ ഒരു സൈൻ ആയിട്ടാണ് നമുക്ക് WBC സെൽസ് കാണുന്നത്. ഓക്കെ,
ഇപ്പൊ നമുക്കറിയാം ബാക്കിയുള്ള എല്ലാം തന്നെ ഇപ്പൊ നമ്മുടെ ഹീമോഗ്ലോബിൻ ആണെന്നുണ്ടെങ്കിൽ ലിപ്സ്റ്റിക്, അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ബിലിറൂബിൻ വെച്ചിട്ട്, അല്ലെങ്കിൽ കീറ്റോൺസ് ആണെന്നുണ്ടെങ്കിൽ സോഡിയം നൈട്രോക്സൈഡ് വെച്ചിട്ടൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബാക്കി ടെസ്റ്റുകൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ലൂക്കോസൈറ്റ് എസ്ട്രേസ് എന്ന് പറയുന്നത് വൈറ്റ് ബ്ലഡ് സെൽസിലാണ് നമ്മൾ കാണുന്നത്. ആൻഡ് ദിസ് വിൽ ബി ഓഫൺ എ സൈൻ ഓഫ് UTI or urinary tract infection.